സംഭവം ഇന്നലെ അറിഞ്ഞതിന് ശേഷം നമ്മൾ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. നിലവിൽ ഫാമിലിയിൽ തങ്ങളിൽ വിഷയങ്ങളുള്ളതായിട്ട് നമുക്കറിയാം. ഞാനൊരു തവണ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിയം പോലീസ് സ്റ്റേഷനിൽ പോയി ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിയത്തുനിന്ന് ഇപ്പം പുതിയൊരു കടയെടുത്തതിനെ ചൊല്ലി തങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പുതിയതായിട്ട് കടയെടുക്കുന്നതിനെ ചൊല്ലി തർക്കം ഉണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടത്തേക്ക് മാറി കടയെടുക്കുന്നതിനും താമസം മാറ്റുന്നതിനും ഒക്കെ അദ്ദേഹത്തിന് എതിർപ്പായിരുന്നു. അപ്പോൾ ആ വിഷയങ്ങളെ ചൊല്ലി തങ്ങളിൽ വിഷയങ്ങളുള്ളതായിട്ട് അറിവ്. പിന്നെ ഇന്നലെയൊക്കെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് വ്യക്തതയില്ല. ഇവർ നേരത്തെ നല്ല സ്നേഹത്തിലല്ലായിരുന്നു. ഇവർ തങ്ങളിൽ കുടുംബപരമായിട്ട് പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്കറിയാം. കൂടുതൽ എന്താണ് വിഷയങ്ങളെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇവർ രണ്ടും കൂടെ ചേർന്ന് കാറ്ററിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വർഷങ്ങളായിട്ടുണ്ട്. കാറ്ററിംഗ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ നടക്കുന്നു. അദ്ദേഹം ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം ഇവിടുത്തെ SNDP ശാഖ സെക്രട്ടറിയാണ്. സമീപത്തിലുള്ള ക്ഷേത്രങ്ങളിലെ ഭാരവാഹിയാണ്. അങ്ങനെയൊക്കെ വളരെ നല്ല രീതിയിൽ ഇവിടെ ആരെടുത്ത് ചോദിച്ചാലും അദ്ദേഹത്തിനെ കുറിച്ച് വളരെ നല്ലൊരു അഭിപ്രായവും നല്ല പെരുമാറ്റവും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. കടയുടെ പാർട്ണർഷിപ്പൊക്കെ കൊടുക്കാം, 15-ാം തീയതിക്കകത്ത് കൊടുക്കാമെന്നൊക്കെ ഉള്ള അങ്ങനെ അത് ഇന്നലെ നമ്മളെ തന്നെ പഞ്ചായത്തിലൊരു മെമ്പർ ഈ ഒരു വിഷയത്തിൽ ഇന്നലെ ഇതിന് മധ്യസ്ഥ വഹിക്കാനായിട്ട് പോയിരുന്നതായിട്ട് നമ്മൾ അറിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് കേട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഇന്നലെ വൈകിട്ടും ഇതിനെ ചൊല്ലി ഒരു ഒത്തുതീർപ്പ് ധാരണ തങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാർട്ണർഷിപ്പിന്റെ പൈസ കൊടുക്കാമെന്നും അത് ഇത്രാം തീയതിക്കുള്ളിൽ കൊടുത്തു തീർക്കണമെന്നും ഒക്കെ പറഞ്ഞൊരു ധാരണയായി പിരിഞ്ഞതായിട്ട് അറിഞ്ഞു. അപ്പോൾ അത് കഴിയുമ്പോൾ അവൻ മാറിക്കോളാം അവൻ സമ്മതിച്ചതുമാണ്. അപ്പോൾ പിന്നെ അതുവരെ ക്ഷമിക്കാൻ പുള്ളിക്ക് കഴിഞ്ഞില്ല. അതിനുശേഷം ഇനി എന്തെങ്കിലും തങ്ങളിൽ സംസാരിക്കുകയോ പ്രകോപനം ഉണ്ടാവുന്ന എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ 1,49,000 രൂപ എങ്ങാണ്ട് അത് കൊടുക്കാനുള്ള സംവിധാനം പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ടാണ് ദേഷ്യം വന്നതെന്നും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് ഭാര്യ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അത് സാമ്പത്തികം കൈമാറുന്നതിനെ ചൊല്ലി തർക്കം ഉണ്ടായിരുന്നു. എത്ര കുട്ടികളുണ്ട് അവർക്ക്? ഒരു മകള്. ഇദ്ദേഹമാണോ ഇവിടുത്തുകാരൻ അതോ പിന്നെ രണ്ടുപേരും ഇവിടുത്തുകാരൻ? പുള്ളിക്കാരൻ ആദ്യം ഒരു കല്യാണം കഴിച്ചിരുന്നു. അത് വൈഫ് മരിച്ചു. ആണോ? എന്ത് പറ്റിയായിരുന്നു? ആ വക കുട്ടികളുണ്ടോ? കുട്ടികളില്ലെന്നാ എൻ്റെ അറിയത്തില്ല. ഇവിടെ ഇതിനകത്തൊരു കുട്ടിയുണ്ട്. എന്ത് പ്രായമുണ്ട്? 9ാം ക്ലാസ് പഠിക്കും. അല്ലോ, അത്രയും പ്രായമുള്ള കുട്ടിയായിട്ടാണ്. അപ്പോൾ അതിനെ ശരിയായിട്ട് ഒരാളെ ജയിലിലോട്ടും ഒരാൾ കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. അതെ, പെൺകുട്ടിയാണ്. അതിൻ്റെ ഭാവിയാണ് ഇവരുടെ ഈ മത്സരത്തിനിടയ്ക്ക്. കുഞ്ഞിൻ്റെ ഭാവി ഏറ്റവും ദയനീയ അവസ്ഥയിലുണ്ട്. ഇവർ രണ്ടുപേരും ഓർക്കാതെ പോയതും ആ കുഞ്ഞിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരുന്നത്. നമ്മളറിവിൽ ഇപ്പം ഈ അടുത്ത് തുടങ്ങിയ വിഷയങ്ങളല്ല, നേരത്തെ തോനെ ദിവസങ്ങളായി അല്ലെ തോനെ നാളുകളായിട്ട് പ്രശ്നങ്ങൾ ഇവർക്കിടയിലുണ്ട്. അത് പല പ്രാവശ്യം പല ആൾക്കാരിടപെട്ടിട്ടുണ്ട്. നമ്മളിടപെട്ട പോലെ തന്നെ പല ജനപ്രതിനിധികളും ഇവിടുത്തെ സംഘടനാ നേതൃത്വത്തിലുള്ളവരും ഒക്കെ പലരും ഇതിനകത്ത് ഇടപെട്ടതായിട്ടാണ് ഞാൻ അറിയുന്നത്. അനിലയുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ? ജീവിച്ചിരിപ്പുണ്ടോ? അമ്മയുണ്ട്. അച്ഛൻ മരിച്ചുപോയി. എത്ര നാളായി? എന്താ അത്? ഇവർക്ക് തമ്മിൽ 16 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെന്നോ? അദ്ദേഹം 2ാം വിവാഹം കഴിച്ചതാണ്. പിന്നെ നമ്മുടെയൊക്കെ കാഴ്ചപ്പാടി വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു പോകുന്ന രീതിയിലാണ് അവരിവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ വീടൊക്കെ വലിയ വീടൊക്കെ ആണല്ലോ. ഈ വീടൊക്കെ വെച്ചത് ആരാണ്? അത് ഇദ്ദേഹമാണ് മെയിനായിട്ട് ഇതിനകത്ത് ബിസിനസ്സിൽ നിന്ന് സാമ്പത്തികം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ മേൽനോട്ടമാണ് ഭാര്യ. അവർ രണ്ടുപേരും കൂടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. തമ്മിൽ യോജിച്ച് സൗഹാർദ്ദത്തോടെ കുഞ്ഞിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തു പോകേണ്ടതല്ലായിരുന്നോ? അതെ. അതിനകത്ത് അവരൊരു വലിയ വീഴ്ച സംഭവിച്ചവർ. ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തങ്ങളിലുള്ള അഭിപ്രായ ഭിന്നതകളും അതിനെ ചൊല്ലിയുള്ള തർക്കവും ഒക്കെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നത്തേക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. ഇല്ല, അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രാഥമികമായിട്ട് അദ്ദേഹം കുറ്റം സമ്മതിച്ചല്ലോ. FIR ഇട്ടു. അതെ. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ അദ്ദേഹം തന്നെ അവിടെ സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയെന്ന് നമ്മൾ അറിഞ്ഞത്. അദ്ദേഹത്തിന് പൊള്ളൽ വലിയിട്ടിട്ടുണ്ടോ? അല്ല, ഗുരുതരമായിട്ടൊന്നും ഇല്ലെന്ന് അറിഞ്ഞു. മറ്റേ സോണിയെ അറിയാമോ? അത് നമ്മൾ ഈ പറഞ്ഞുള്ള അറിവ്. അദ്ദേഹം ഈ പുതിയതായിട്ട് എടുത്ത കടയിലെ സ്റ്റാഫായിരുന്നു. ഹനീഷിനെ അറിയാമല്ലേ? അദ്ദേഹത്തിന് ഈ പറഞ്ഞുള്ള അറിവാണ് ഈ കട എടുക്കുന്നതിന് കാരണമായത്. അദ്ദേഹവുമായിട്ട് ചേർന്ന് അവിടെ ഒരു കട തുടങ്ങുന്നതിന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ഈ പറഞ്ഞ ആളാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനും ഈ പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നെന്നും അദ്ദേഹത്തിന് ആ തുക കൊടുത്താൽ അദ്ദേഹം പിന്മാറും, അതിന് ആ തുക ഇത്ര രൂപ കൊടുക്കാമെന്നും ഇത്രാം തീയതി കൊടുക്കാമെന്നും അങ്ങനെയൊക്കെ ഒരു ഒത്തുതീർപ്പ് ചർച്ച നടന്നതായിട്ടാണ് നമ്മളറിഞ്ഞത്. ചേട്ടാ, ഈ കൊല്ലത്ത് നേരത്തെ തൊട്ട് ഇങ്ങനെ കൊലപാതകങ്ങൾ ഉണ്ടാവുക, അത് കൊല്ലത്തിനൊരു പേരുദോഷമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു.
പല കൊലപാതകങ്ങളും കൊല്ലം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ അത് വീണ്ടും കൊല്ലത്തിന് പേരുദോഷം മാറി വരികയായിരുന്നു. അപ്പോൾ വീണ്ടും ഇങ്ങനെയായിരിക്കും. എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ശരിയായിട്ട്? അല്ല, ഈ ഇന്നലെ നടന്ന ഈ സംഭവത്തെ കുറിച്ച് നമുക്ക് ഈ നിമിഷം വരെ പത്മരാജൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു വിഷയം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തെ അറിയുന്ന ഒരു മനുഷ്യനും വിശ്വസിക്കരുത്. കാര്യം ഇന്നലെ രാത്രി 9:30 മണിക്കാണ് ഞാൻ വീട്ടിൽ TV ഓൺ ചെയ്ത സമയത്ത് ഇത് ഇങ്ങനെ എഴുതി കാണിക്കുന്നു. അടുക്കളയിൽ പത്മരാജൻ എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് പപ്പയണ്ണൻ എന്നറിയപ്പെടുന്ന ഈ പുള്ളിയാണ്. എന്നിട്ട് എനിക്കത് ഞാൻ അതായിരിക്കില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പ്രവീൺ മെമ്പറെ വിളിച്ചത്. മെമ്പർ പറഞ്ഞത് തന്നെയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നു എന്ന് ഈ നിമിഷം വരെ നമുക്ക് വിശ്വസിക്കാൻ ഒക്കുന്നില്ല. ശരിയായിട്ടും ഒരു രണ്ടുപേർക്കും ഓരോ കൗൺസിലിങ്ങിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഇവർക്ക് ഒന്നിച്ച് പോകാനായിട്ട്. അതിപ്പം അറിഞ്ഞ സ്ഥിതിക്ക് ഇത് ഒരുപാട് നാളായുള്ള അവർ തമ്മിലുള്ള ചെറിയ വിഷയങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൗൺസിലിങ് എനിക്ക് തോന്നുന്നു നേരത്തെ ഈ പറഞ്ഞ കണക്ക് പല ജനപ്രതിനിധികളും പറഞ്ഞ കണക്ക് SNDPയുടെ പുള്ളി സെക്രട്ടറിയാണ്. അപ്പോൾ ആ തരത്തിലുള്ള സൗഹൃദ വലയത്തിലുള്ള പലരും ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചതാണ്. പക്ഷേ എന്നിട്ടും ഇന്നലെ തന്നെ ഞാൻ ആ വാർത്താ ചാനലിൽ കണ്ടത് നമ്മളെ പഞ്ചായത്തിലെ മെമ്പർ തന്നെയാണ് പറഞ്ഞത്. പുള്ളി ഇടപെട്ട് ഇന്നലെ വൈകിട്ടാണ്ട് 4 മണിക്കാണ് അവർ സംസാരിച്ചിട്ട് കൊട്ടിയത്ത് വരുന്നത്. ആ വിഷയത്തിന്മേൽ സംസാരിച്ച് അവർക്ക് 10-ാം തീയതിക്കാണ്ട് പൈസ കൊടുത്ത് അതിൽ നിന്നും മറ്റേ പുള്ളി പൂർണ്ണമായിട്ട് മാറും എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയിട്ട് അവർ 4 മണിക്കാണ് കൊട്ടിയത്ത് വരുന്നത്. പക്ഷെ ആ 4 മണിക്ക് ശേഷം വീണ്ടും എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാൻ വയ്യ. മെമ്പർ ഇങ്ങനെ സൂചിപ്പിക്കുന്നതാണ് 1,49,000 രൂപയുണ്ട്. ആദ്യം 15-ാം തീയതി ഡേറ്റ് വെച്ചു, പിന്നീട് അത് മാറ്റി 10-ാം തീയതി കൊടുക്കാം, അതോടുകൂടി പുള്ളി എല്ലാത്തിൽ നിന്നും പിന്മാറും എന്നൊരു ധാരണ വെച്ച് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടാണ് ഇന്നലെ 4 മണിക്ക് അവർ കൊട്ടിയത്ത് വരുന്നത്. ഇപ്പോൾ 7 ദിവസത്തെ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ ആ 4 മണിക്കും ഈ പറഞ്ഞ 8:30-ക്കും ഇടയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാക്കുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കണക്ക് ഇവർക്ക് രണ്ടുപേർക്ക് അറിയാൻ പറ്റും. ആ ഇടയ്ക്ക് ഇനി എന്തിനെക്കുറിച്ചെങ്കിലും സംസാരിച്ച് വീണ്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ അതൊക്കെ അത് അവർക്ക് അറിയാം. ശരിയാണ്. താങ്ക് യു.